സ്വകാര്യ വ്യക്തി സ്വന്തം ഭൂമിയൊന്നു കാട്ടി നൽകിയ കേസിനെ തുടർന്ന് ഇടുക്കി തൊടുപുഴ അഞ്ചരിയിൽ 48ഓളം കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിൽ. പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന നിർധരരായ 8 കുടുംബങ്ങളോടാണ് ഉടൻ വീടും സ്ഥലവും ഒഴിയണമെന്ന് കോടതി ഉത്തരവ്. ഇതോടെ എങ്ങോട്ടു പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബങ്ങൾ. വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കാനല്ലേ തൻ്റെ ഇടയില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇറങ്ങിപ്പോയി ഞങ്ങളെ കൊണ്ട് ഇനി വേറെ സ്ഥലത്ത് പോയി ജീവിക്കാൻ പറ്റിയല്ല. എനിക്ക് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ. തൊടുപുഴ അഞ്ചേരി ഇടിവെട്ടിപ്പാറയിലെ കുടുംബങ്ങളാണ് കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. KS ജോർജ് എന്നയാൾ 10 വർഷം മുമ്പ് തന്റെ സ്ഥലമെന്ന് കാട്ടി കോടതിയിൽ നൽകിയ കേസിലാണ് സ്ഥലം ഒഴിയണമെന്ന ഉത്തരവുണ്ടായത്. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ജനിച്ചു വളർന്ന 3ാം തലമുറയിലെ ആളുകളാണ് ഇവിടെയുള്ളതെന്ന് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ പറയുന്നു. 8 കുടുംബങ്ങളോട് ഉടൻ സ്ഥലവും വീടും ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് കോടതി അറിയിച്ചത്. 10-70 വർഷത്തോളമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. കാരണന്മാർ സഹിതം അന്നേരം അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളായില്ലേ. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ ഒരു വഴിയില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എങ്ങനെയെങ്കിലും. കോടതി എന്ന് പറയുന്നത് മാറിക്കൊടുക്കാനാണ് പറയുന്നത്. ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല. അഥവാ ഞങ്ങളെല്ലാവരും കൂടെ കൂടി മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പട്ടയുള്ളൊരു മണ്ണുള്ള ഭൂമിയിൽ ഞങ്ങൾക്ക് പണി തീർന്ന ഒരു വീടും തരണം. സ്ഥലവുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഇവർ അറിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ കേസ് ഏകപക്ഷീയ വിധിയായി മാറി. പിന്നീട് കുടുംബങ്ങൾ കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പണം നൽകി വാങ്ങിയ ഭൂമിയിൽ നിന്നാണ് കുടിയിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇടയ്ക്കൊന്ന് 2007 ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പേര് കേസുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി അവർ അനക്കമില്ലാതെ ആയിപ്പോയി. പിന്നെ എല്ലാം പണിക്കാരായതുകൊണ്ട് അത് അതിൻ്റെ വഴി പോയി. പൂന്നിക്കുന്ന തൊമ്മച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്ന് പൈസ കൊടുത്ത് ഞങ്ങളൊന്ന് മേടിച്ചതാണ്. കാരണന്മാരതൊന്നും മേടിച്ചതാണ്. അത് കുറച്ച് പേരെ അന്ന് ആധാര രേഖ പോലെ സർക്കാരിൻ്റെ മുദ്രയടിച്ച് അവർ സീലും ചെയ്തെല്ലാം തന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു വാല്യൂ ഇല്ല. നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോ, നിങ്ങളുടെ സ്ഥലമല്ലെന്നാണ് പറയുന്നത്. പല കുടുംബങ്ങളിലും കിടപ്പ് രോഗികളടക്കം ഉൾപ്പെടുന്ന ഇവർക്ക് കോടതിയിലെ കേസ് നടത്തിപ്പ് എന്നത് അസാധ്യവുമാണ്. മൊത്തം ആൾക്കാരും തന്നെ കൂലിപ്പണി ചെയ്തും കാര്യങ്ങൾ ചെയ്തൊക്കെയാണ്. നിലവിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ വീട്ടിൽ കിടപ്പ് രോഗികളുള്ള ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കണം. കാരണന്മാരുടെ അസുഖം ബാധിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നോക്കണം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാം. വൈകിയ വേളയിൽ ഹൈക്കോടതിയിൽ അഭയം തേടാൻ സാഹചര്യമൊരുക്കിയത് ആലക്കോട് പഞ്ചായത്താണ്. ഒപ്പം ഉണ്ടാകുമെന്ന് ജനപ്രതിനിധികളും ഉറപ്പു നൽകുന്നു. ഇവർക്ക് ഇത്രമാത്രം ഇത് ഗൗരവമാകും എന്നുള്ള അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നത്. ഇപ്പോൾ ഇവരോട് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇനി ഒരു ഡേറ്റും കൂടി ഉണ്ട്. 13-ാം തീയതി, അടുത്ത മാസം 13-ാം തീയതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പുറമായിട്ട് ഇവർക്ക് ഇവരുടെ പേപ്പേഴ്സ് അത്യാവശ്യം ഉള്ള രേഖകളെല്ലാമായിട്ട് ഇന്ന് ചെല്ലണം. സർക്കാരിന്റെ മൈത്രി ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചവരാണിവർ. പഞ്ചായത്ത് വക റോഡ്, കുടിവെള്ള കണക്ഷൻ, വൈദ്യുതി, വീട്ടു നമ്പർ എല്ലാം ഈ കുടുംബങ്ങൾക്കുണ്ട്. ഇത് വലിയൊരു മനുഷ്യാവകാശ ധ്വംസനമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ 8 വീട്ടുകാർക്കാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. ഇതുപോലെ കുറേ അധികം ആളുകൾക്ക്, അതായത് അവരുടെ ലിസ്റ്റിൽ 248 ആളുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മുഴുവൻ ഇതെല്ലാം കുടിലുകളായിരുന്നു. അന്ന് ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഞാനോട് കൂടി ഇടപെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അന്ന് ചെയ്തത്. ഏതാണ്ട് ഒരു 70-80 വീട് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ മൈത്രി ഭവന പദ്ധതിപ്പെടുത്തി ചെയ്ത വീടുകളുണ്ട്. പഞ്ചായത്തിൽ നിന്നുള്ള നമ്പറുകളും അതുപോലെ തന്നെ കറണ്ട് കണക്ഷൻ മുതൽ അവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളൊരു മേഖലയായത്. തീർത്തും നിർധനരായ കൂലിപ്പണി മാത്രം വരുമാന മാർഗമായുള്ള കുടുംബങ്ങൾക്ക് മുമ്പിലാണ് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ചു വളർന്ന ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്നവരുടെ ദൈന്യതയാണ് നമ്മൾ കേട്ടത്. എറണാകുളം മലയടുംതുരുത്തിലുണ്ടായ സമാന സംഭവമാണ് തൊടുപുഴ ഇടിവെട്ടിപ്പാറയിലുമുള്ളത്. ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കെൽപ്പില്ലാത്ത കുടുംബങ്ങളാണെന്ന് അവർ തന്നെ പറയുന്നു. സർക്കാർ തലത്തിൽ ഒരു ഇടപെടലുണ്ടായാൽ ഇതവർക്ക് വലിയ ആശ്വാസമാകും. ജെറിൻ കാട്ടൂരിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.